നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഫസ്റ്റ് ക്യാൻഡലിൽ തന്നെ നമ്മളൊരു പൊസിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റും, ഈ ഒരു പ്രൈസ് പോയിൻറ്റിൻ്റെ താഴെ 323 രൂപ 25 പൈസയിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഓർഡർ ഇട്ടിട്ടാണ് പൊസിഷൻ ക്രിയേറ്റ് ചെയ്തത്. ഓർഡർ ബുക്ക് ഞാനൊന്ന് കാണിക്കാം. നമ്മൾ സെല്ലാണ് ചെയ്തത്. 9:15 സെക്കൻഡ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് 31ാമത്തെ സെക്കൻഡിൽ നമ്മുടെ പൊസിഷൻ ക്ലിയറായി. അതായത് 325 രൂപയ്ക്ക് നമ്മൾ ലിമിറ്റ് പ്രൈസ് ഇട്ടിട്ടാണ്, അവിടെ സ്റ്റോപ്പ് ലിമിറ്റ് ഇട്ടിട്ടാണ് എൻട്രി എടുത്തത്. അതിൻ്റെ കാരണം, ലോജിക്ക് ഇതാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മാർക്കറ്റ് ഡൗൺഫോളിലാണ് ഈ ഒരു പർട്ടിക്കുലർ സ്റ്റോക്ക്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് എന്ന് റിവേഴ്സായി എന്ന് നമുക്ക് മനസ്സിലാകുന്നു അതുവരെ ഉള്ള ദിവസങ്ങളിൽ നമ്മൾ കണ്ടിന്യൂസ് സെല്ലിംഗ് സൈഡ് പോകാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓവറോൾ ട്രെൻഡ് എങ്ങോട്ടാണോ അങ്ങോട്ടേക്കാണ് നമ്മൾ ബൈ ഡിഫോൾട്ട് എൻട്രി എടുക്കുന്നത്. അത് അനുസരിച്ച് ഈ ഒരു മേഖല നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇന്നലത്തെ ദിവസത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വന്നപ്പോഴൊക്കെ റെസിസ്റ്റൻസ് മാർക്കറ്റിന് കിട്ടിയിട്ടുണ്ട്, താഴത്തേക്ക് പുഷ് ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഈ ഏരിയ ക്രോസ് ചെയ്തപ്പോൾ, താഴത്തേക്ക് ക്രോസ് ചെയ്തതിന് ശേഷം വലിയൊരു മൂവാണ് താഴത്തേക്ക് നമ്മൾ നടത്തിയത്. 1:3 നമുക്ക് കഴിഞ്ഞ ദിവസം റിസ്ക് റിവാർഡ് കിട്ടിയതാണ്. ഒപ്പം നമുക്കിവിടെ കാണാം, ഇവിടെ വന്നപ്പോഴൊക്കെ മാർക്കറ്റ് മുകളിലേക്കും അതിനുശേഷം മാർക്കറ്റ് താഴത്തേക്കുമാണ് കണ്ടിന്യൂസ് പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഹിസ്റ്റോറിക്കൽ പ്രൈസിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ടാണ് ഇതിനെ കട്ട് ചെയ്ത് താഴെ പോന്നു കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് താഴത്തേക്ക് ഫോളോ ചെയ്യും എന്നൊരു നിഗമനത്തിൻ്റെ പുറത്താണ് നമ്മളത് ചെയ്തേക്കുന്നത്. ഇനി ഇവിടുന്ന് എൻട്രി എടുത്തപ്പോൾ ഈ കാണുന്ന ട്രെൻഡ് ലൈൻ, ഇതിലൊരു സപ്പോർട്ട് എടുത്തിട്ട് വേണമെങ്കിൽ ഇന്ന് തിരികെ പോകാം. അപ്പോൾ ഏത് ദിവസമാണ് മാർക്കറ്റ് റിവേഴ്സ് ആകുന്നത്, ട്രെൻഡ് റിവേഴ്സൽ ഏത് ദിവസമാണെന്നൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണെന്ന് തോന്നുന്നു ആ ട്രെൻഡിന് അനുകൂലമായി നമ്മൾ ട്രേഡ് എടുക്കുക എന്ന രീതിയെ നമുക്കിവിടെ ചെയ്യാനുള്ളൂ. അപ്പോൾ ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്ത് ഇന്ന് റിവേഴ്സ് ആകുകയാണ്. അപ്പോൾ ട്രെൻഡ് ബ്രേക്ക് ആയി, നാളെ തൊട്ട് മുകളിലേക്ക് പോകുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രമേ പിന്നീട് നമ്മൾ മുകളിലേക്ക് അടുത്ത ദിവസങ്ങളിൽ ട്രേഡ് എടുക്കത്തുള്ളൂ. ഇനി ഇന്ന് നമ്മൾ കരുതുന്ന പോലെ താഴത്തേക്ക് തന്നെ പോവുകയാണെങ്കിൽ നമുക്കുള്ളൊരു സാധ്യത, ഈ ഒരു നീല ലൈൻ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, ഇതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു ഫോള് താഴത്തേക്ക് വരാനുള്ളൊരു സാധ്യത നമുക്കിവിടെ തോന്നുന്നുണ്ട്. ഇവിടെ വലിയൊരു ഗ്യാപ്പ് ഉണ്ട് നമ്മുടെ പ്രൈസ് പോയിൻറ്റുകൾ തമ്മിൽ. അപ്പോൾ ഈ ഒരു ഏരിയ കഴിഞ്ഞാൽ പിന്നെ ആ ഒരു വലിയ മൂവ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇനി റെസിസ്റ്റൻസ് പോയിൻ്റായിട്ട് നമുക്ക് കിട്ടാവുന്ന, അതായത് മുകളിലേക്കും പോകാമല്ലോ മാർക്കറ്റിന്, പോയി കഴിഞ്ഞാൽ ഇതൊരു റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യണം. ഇതിനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകാനും പാടില്ല. അതർവൈസ് അതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ സ്റ്റോപ്പ് ലോസ് ബുക്ക് ചെയ്യാൻ വേണ്ടി സ്റ്റോപ്പ് ലോസ് ഓർഡർ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും, ഈ കഴിഞ്ഞ ദിവസം ഇവിടെ റെസിസ്റ്റൻസ് എടുത്തു. അതേ ഏരിയ കഴിഞ്ഞ ദിവസങ്ങളിൽ സപ്പോർട്ടായി മാറിയിട്ടുണ്ട്, നല്ലൊരു സപ്പോർട്ട്. അതുകൊണ്ട് തന്നെ ആ ഏരിയയുടെ മുകളിലാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിനെ ഹിസ്റ്റോറിക്കലി നമ്മൾ ബാക്കിലേക്ക് നോക്കി കണ്ടു കഴിഞ്ഞാൽ നമുക്കത് കുറച്ചും കൂടെ മനസ്സിലാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു പോയിൻ്റാണ് നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് കണക്കൂട്ടിയേക്കുന്നത്. നമുക്കത് എങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട് ഹിസ്റ്റോറിക്കലി എന്നൊന്ന് നോക്കാം. നിങ്ങൾക്കിവിടെ കാണാം, ഇവിടെയും പ്രൈസ് വന്നപ്പോഴൊക്കെ താഴത്തേക്ക് പുഷ് ചെയ്തിട്ടുണ്ട്. അത് ഞാനൊന്ന് സ്ക്രീൻ വലുതാക്കി കാണിക്കാം, ചാർട്ട് വലുതാക്കാം. ഇവിടെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്തു, അതിനുശേഷം ഇവിടെ വന്ന് ടച്ച് ചെയ്തപ്പോഴൊക്കെ താഴത്തേക്ക് വലിയ രീതിയിൽ പുഷ് ചെയ്യുവാണ്. ഇവിടെ ഒന്ന് ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയി, പിന്നീട് ഇത് താഴത്ത് വന്നു, ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യുമ്പോഴൊക്കെ താഴത്തേക്കുള്ള പുഷാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് തന്നെ ഇന്നും കണ്ടിന്യൂ ചെയ്താലാണ് നമുക്ക് ഈ പറയുന്ന രീതിയിൽ താഴത്തേക്ക് പ്രോഫിറ്റബിൾ ആകാൻ പറ്റുന്നത്. ഓക്കെ, ഒപ്പം തന്നെ ഈ ഒരു മൂവ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ഇതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങോട്ടേക്കൊക്കെ പോകാം. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി, അതായത് ഇന്ന് സ്റ്റാർട്ടിങ് ക്യാൻഡിൽ തന്നെ താഴത്തേക്കൊരു ബ്രേക്ക് കിട്ടുമ്പോൾ നമ്മൾ പറഞ്ഞു താഴത്തേക്കുള്ള മൂവ് നടത്താനുള്ള വലിയ സാധ്യതയാണ് നമ്മളവിടെ കാണുന്നത്. ഇതിപ്പോൾ ഇവിടെ എടുത്തവരുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ട് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇപ്പോൾ ഹിറ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയും ഇവിടെ ഉണ്ട്. അങ്ങനെയാണ് നമുക്കൊന്നും ചെയ്യാനില്ല, ആ സ്റ്റോപ്പ് ലോസ് കൊടുത്തിട്ട് ഇങ്ങ് പോരുക എന്നത് മാത്രമേ പിന്നെ നമുക്ക് ചെയ്യാനുള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ നോക്കാം, മിക്കവാറും ഇപ്പോൾ തന്നെ സ്റ്റോപ്പ് ലോസ് കിട്ടാൻ സാധ്യതയുണ്ട്. മുകളിലേക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം, ഈ ഒരു പ്രൈസിൽ 20,000 47,000 കണ്ടോ ഓർഡർ കിടക്കുന്നുണ്ടോ, 36-ലാണ്. അപ്പോൾ 26-ലാണ്, 26-10-ലാണ് നമ്മൾ ഓർഡർ ഇട്ടേക്കുന്നത്.
അപ്പോൾ അവിടം വരെ പോകില്ല എന്നാണ് നമ്മളുടെ ഒരു പ്രതീക്ഷ. പക്ഷേ ആ 26 ക്ലിയർ ചെയ്താൽ പിന്നെ അതിന് മുകളിലേക്ക് പോകാം എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളത് കണ്ടു. അപ്പോൾ ഇപ്പോൾ നമുക്ക് നോക്കാം. 26 എന്തായാലും ഇന്നിപ്പോൾ മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടില്ല. 325, 95 വരെ പോയിട്ടുള്ളൂ. 26 ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അവിടെ നിലനിൽക്കാനും സാധ്യതയില്ല. സ്റ്റിൽ അത് 325, 95 വരെ ടച്ച് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നല്ല സ്റ്റോപ്പ് ലോസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം കൂടെ എടുത്തിട്ട് ഒരു പക്ഷേ താഴത്തേക്ക് പോകുന്നേക്കാം. നമുക്കറിയത്തില്ല കേട്ടോ. താഴത്തേക്ക് ചെറിയൊരു പുഷ് വരുന്നതായിട്ടാണ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അവിടെ നിലനിൽക്കാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ നിന്നാണ് നമ്മൾ എൻട്രി എടുത്തേക്കുന്നത്. കാരണം സ്റ്റാർട്ടിംഗ് ക്യാൻഡിൽ തന്നെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ നമ്മൾ ഇവിടുന്ന് എൻട്രി എടുത്തു. അതല്ല, വെയിറ്റ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻസ് ഉണ്ടായാൽ ഇവിടുന്ന് പുഷ് ചെയ്ത് താഴത്തേക്ക് പോരുന്ന സമയത്ത് നമുക്ക് ഇവിടുന്ന് എൻട്രി എടുക്കാവുന്നതാണ്. നിങ്ങളവിടെ കണ്ടു, ഈ ലൈനിൽ താഴത്ത് വന്നപ്പോഴൊക്കെ താഴത്തേക്ക് തന്നെയായിരുന്നു പുഷ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ക്യാൻഡിലിൽ 1.6 മില്യൺ ഓർഡേഴ്സാണ് ഉണ്ടായിരുന്നത്. ഈ ക്യാൻഡിൽ 1.4 ഓൾറെഡി ക്ലിയർ ചെയ്തിട്ടുണ്ട്. 10 സെക്കൻഡ് കൂടെ ഇനിയുള്ളൂ. താഴത്തേക്കൊരു പുഷ് കിട്ടുന്നതായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ട് ഇനി അത് അതേ സൈഡിലേക്ക് തന്നെ പോകാനും സാധ്യതയുണ്ട്. സോ ഒന്നും പറയാറായിട്ടില്ല. കുറച്ചധികം സമയം ഇവിടെ നമുക്കൊരു പക്ഷേ ഇപ്പോൾ ഒരു തീരുമാനമാകുമെന്ന് തോന്നുന്നു. എന്തായാലും നിങ്ങൾക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായി കാണും. നമ്മൾ വെച്ച സ്റ്റോപ്പ് ലോസ് പോയിൻ്റ് അത്രമാത്രം കറക്റ്റായിരുന്നു. ഒരുപക്ഷെ ഇതിൻ്റെയും മുകളിലായിരുന്നെങ്കിൽ അത് കുറച്ചും കൂടെ കറക്റ്റാണ് എന്ന് പറഞ്ഞിരുന്നാൽ പോലും, പക്ഷേ ഈ ഒരു ലൈനിനെ കട്ട് ചെയ്ത് മുകളിൽ പോയാൽ പിന്നെ അത് മുകളിലേക്ക് പോകാനുള്ള സാധ്യത അത്രമാത്രം കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് എടുത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ലോസ് വെക്കുക എന്ന് പറഞ്ഞാൽ അതൊരു 1% എബോ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാം 1% എബോയാണ്. പക്ഷേ ഇവിടെ നമ്മൾ വെച്ചേക്കുന്നത് 0.9 ആണ്. അതിൽ കുറച്ച് നമുക്ക് വെക്കാനും പറ്റത്തില്ല. അതൊരു ടെക്നിക്കൽ ഒരു ഇഷ്യൂ ആയിട്ട് അവിടെ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് മിനിമം ഇവിടെ വെക്കാൻ പറ്റത്തുള്ളൂ. അത് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സ്റ്റോപ്പ് ലോസിൻ്റെ വളരെ അടുത്ത് തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. കഴിഞ്ഞ ക്യാൻഡിലിൻ്റെ ഓക്കെ. അപ്പോൾ ഇന്നത്തെ ട്രേഡ് ഇവിടെ കൊണ്ട് തീരുവാണ്. ഇതാണ് ഇന്നിപ്പോൾ സംഭവിച്ചേക്കുന്നത്. ഇനിയിപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മുന്നോട്ട് തുടർന്ന് കാണുകയോ കാണാതിരിക്കുകയോ ചെയ്യാം. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന കുറച്ച് ബാക്ക് ടെസ്റ്റിംഗ് അല്ല, ഫോർവേഡ് ടെസ്റ്റിംഗ് ആണ്. മറ്റുള്ള സ്റ്റോക്കുകളിൽ ഇതേ പ്രൈസ് ആക്ഷൻ ഇതേ സമയത്ത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ. അപ്പോൾ ഇന്ന് ഇവിടെ മുകളിൽ എൻട്രി എടുത്തവർക്കൊക്കെ ഇന്ന് നല്ലൊരു റിട്ടേൺ ഒരുപക്ഷെ കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ എവിടം വരെ ഇത് പോയേക്കാം അതൊന്ന് നമുക്ക് മെഷർ ചെയ്ത് വെക്കാം. ഈ വീഡിയോയുടെ അവസാനത്തിലേക്ക് നമുക്കതൊന്ന് നോക്കാം. ഇപ്പോൾ 326 നിന്ന് എൻട്രി എടുക്കുന്ന ഒരാൾക്ക് എന്ത് കിട്ടാമെന്നതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ 0.5% എന്ന് പറയുമ്പോൾ ഏകദേശം സ്റ്റോപ്പ് ലോസ് ഈ ഒരു പോയിന്റിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങോട്ടൊക്കെ തിരിച്ചു വരുമോ, ടാർഗറ്റ് കിട്ടുമോ മുതലായ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ആക്ച്വലി ഫസ്റ്റ് ടൈം സ്റ്റോപ്പ് ലോസ് വെക്കുമ്പോൾ അത് ഈ ഒരു ക്യാൻഡലിൻ്റെ മുകളിൽ താഴത്തേക്ക് വെക്കേണ്ടി വരും. അതായത് ഏകദേശം ഈ ഒരു പ്രൈസിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടി വരും. ഇനി ടാർഗറ്റ് കിട്ടാവുന്നത് ഇപ്പോൾ നമ്മൾ എൻട്രി എടുത്തെടുത്തുന്നുള്ളത് നമ്മൾ ATRനെയും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം ടാർഗറ്റ് വെക്കാൻ. ATR നമുക്കറിയാം, ഈ സ്റ്റോക്കിൻ്റെ ATR ഏകദേശം ഒരു 3% ആണ്. അപ്പോൾ എവിടെ വരെയാണോ മാക്സിമം 3% പോകാവുന്നത് എന്ന് നോക്കിയിട്ട് അതിനുള്ളിൽ വരുന്ന ഒരു ടാർഗറ്റായിരിക്കും കുറച്ച് നല്ല ടാർഗറ്റ്. അതായത് ഈ ഒരു പോയിന്റിലേക്കായിരിക്കും ഇന്ന് വളരെ മികച്ചൊരു ടാർഗറ്റ് വെക്കാൻ പറ്റുന്നെന്നാണ് തോന്നുന്നത്. ഇവിടെ അടുക്കാറാകുമ്പോൾ തൊട്ടടുത്ത് എത്തുമ്പോൾ വേണമെങ്കിൽ സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്തുകൊണ്ട് നമുക്ക് മുന്നിലേക്ക് ചെയ്യാവുന്നതാണ്. ടാർഗറ്റും ട്രയലും സ്റ്റോപ്പ് ലോസും കയറ്റി കൊണ്ടുവന്ന് നമുക്ക് കൂടിയ ടാർഗറ്റിലേക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും അവിടെ വരെ എത്ര ഉണ്ടെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം.
5% എബോവ് ഉണ്ട്. അതായത് നമ്മൾ ഈ സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്ത് കഴിഞ്ഞാൽ, ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ട്രയലും സ്റ്റോപ്പ് ലോസ് 0.5%ലേക്ക് കൊണ്ടുവരാവുന്നതാണ്. അങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഇങ്ങോട്ട് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. അതായത് 1:3 കിട്ടും. ഇനി ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയാനുണ്ട്, കാരണം അതും കൂടെ പറഞ്ഞാൽ ഇത് പൂർത്തിയാകത്തുള്ളൂ. അതായത് നമ്മൾ കണ്ടു ഗ്യാപ്പ് അപ്പാണ് ഇന്ന് ഓപ്പൺ ചെയ്തേക്കുന്നത്. ഒപ്പം തന്നെ ഗ്യാപ്പ് അപ്പ് വന്നപ്പോൾ തന്നെ ഈ ഒരു ട്രെൻഡ് ലൈനിനെ ബ്രേക്ക് ചെയ്തിട്ട് അതിൻ്റെ മുകളിലാണ് ഇന്ന് ഓപ്പൺ കൊടുത്തത്. ഒപ്പം തന്നെ ഈ ഒരു പ്രൈസ് പോയിൻറ്റിൻ്റെയും മുകളിലായിരുന്നു. ഇവിടെ സപ്പോർട്ട് എടുത്തു എന്നതാണ് ഇവിടെ സംഭവിച്ചേക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈനിന് മുകളിൽ നല്ല സപ്പോർട്ട് കിട്ടി. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഞാൻ പറഞ്ഞു, ഈ ഒരു സ്ട്രാറ്റജി നമ്മൾ വീണ്ടും ചെയ്യാൻ തുടങ്ങുന്നത് ഏകദേശം ഒരു 2.5 കൊല്ലങ്ങൾക്ക് ശേഷമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ 4ാമത്തെ ദിവസമേ ആകുന്നുള്ളൂ ഈ പർട്ടിക്കുലർ സ്ട്രാറ്റജി നമ്മൾ ചെയ്യാൻ തുടങ്ങിയിട്ട്. സോ അതുമായിട്ട് നല്ല രീതിയിൽ ടച്ച് വിട്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു പ്രശ്നവും കൂടിയാണ് ഇന്ന് നമ്മളിപ്പോൾ കണ്ടേക്കുന്നത്. ഇവിടെ ഓപ്പൺ ചെയ്തപ്പോൾ ഈ ഒരു ക്യാൻഡിൽ എന്ത് ചെയ്യും എന്ന് നോക്കിയിട്ട്, എനിവേ ഈ ക്യാൻഡലിൻ്റെ റിവേഴ്സിൽ അതല്ല എങ്കിൽ ഇവിടെ സപ്പോർട്ട് കിട്ടി മുകളിൽ കയറി ക്ലോസ് ചെയ്തു എന്ന് കണ്ടതിന് ശേഷം നെക്സ്റ്റ് ക്യാൻഡലിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ എൻട്രി എടുത്താൽ മതിയായിരുന്നു. അപ്പോൾ നമുക്ക് മുകളിലേക്ക് തന്നെ എൻട്രി എടുക്കുന്നതിനുള്ള 2 കാരണങ്ങൾ അവിടെ കിട്ടുമായിരുന്നു. ഒന്ന് ഗ്യാപ്പ് അപ്പാണ്, 2 ഈ ഒരു ട്രെൻഡ് ലൈനെ ബ്രേക്ക് ചെയ്തു ഓപ്പോസിറ്റ് സൈഡിലേക്ക് ട്രെൻഡ് വരുന്നു എന്ന് നമുക്ക് മെഷർ ചെയ്യാം. മൂന്നാമതൊരു കാരണം കൂടെ പറയുവാണെങ്കിൽ ഈ ഒരു സപ്പോർട്ട് ലൈനെ സപ്പോർട്ട് എടുത്തുകൊണ്ട് നമുക്കിവിടെ ട്രേഡ് എടുക്കാൻ പറ്റുമായിരുന്നു. ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഇന്ന് ലോസ് സംഭവിച്ചു, ദാറ്റ്സ് ഓക്കെ. എല്ലാ ദിവസവും പ്രോഫിറ്റ് സംഭവിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. മാത്രമല്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഈ ഒരു സ്ട്രാറ്റജി അപ്ലൈ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇന്ന് 4ാമത്തെ ദിവസമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കഴിഞ്ഞ 3 ദിവസങ്ങളിൽ നമ്മുടെ റിസൾട്ട് എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1:2 ആയിരുന്നില്ല. ഈ 2 ദിവസങ്ങളിലെ പ്രോഫിറ്റും നമുക്ക് 1:3 അടുത്താണ്. ഓക്കെ. അതേസമയം ലോസ് കിട്ടിയ ഒരു ദിവസം നമ്മൾ 0.5% തന്നെ ലോസ് കൊടുത്തിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 1:3 2 ദിവസം കിട്ടി മീൻസ് 6% പ്രോഫിറ്റാണ് നമുക്കിവിടെ കിട്ടിയേക്കുന്നത്. 6 ദിവസം സ്റ്റോപ്പ് ലോസ് കൊടുക്കാനുള്ള നമുക്കവിടെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ പോയിട്ട് ഒരു എൻട്രി എടുത്തു, അത് സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ, ഇല്ലെങ്കിൽ ഇന്ന് സ്റ്റോപ്പ് ലോസ് അടിച്ചത് കൊണ്ട് നമ്മളെ അത് യാതൊരു വിധത്തിലും ബാധിക്കുന്നില്ല. ഈ 6% അകത്ത് ആദ്യത്തെ ദിവസം നമുക്ക് ലോസ് പോയിട്ടുണ്ട്. അപ്പോൾ 5% പ്രോഫിറ്റ്. നെക്സ്റ്റ് ഇന്നും കൂടെ പോയപ്പോൾ ഒരു പോർഷനും കൂടെ പോയി. അപ്പോൾ 4% ലോസ്. ഓക്കെ. അപ്പോൾ 4% ലോസ് പോയിട്ട് 2% ലോസ് പോയിട്ട് 4% പ്രോഫിറ്റിലാണ് നമ്മളിപ്പോഴും ഉള്ളത്. സോ യാതൊരുവിധ കുഴപ്പമില്ല. ഇന്നിങ്ങനെ ഇവിടുന്ന് എൻട്രി എടുത്തിരുന്നെങ്കിൽ അതൊരു പെർഫെക്റ്റ് എൻട്രി ആയേനെ. അതിനുള്ള കാരണങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നു. അപ്പോൾ ഈ കാരണങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി, അതായത് നമ്മളിവിടെ ഒരു ലോജിക്കൽ തിങ്കിങ്ങോട് കൂടിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സപ്പോർട്ട് കിട്ടിയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമുക്കവിടെ എൻട്രി എടുക്കാമായിരുന്നു കേട്ടോ. അപ്പോൾ പണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നപ്പോഴും നമ്മൾ ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രെൻഡ് അത് ഏത് സൈഡിലേക്കാണോ ആ സൈഡിലേക്ക് മാത്രമേ നമ്മൾ അപ്പോഴും എൻട്രി എടുത്തിരുന്നുള്ളൂ. അതായത് എപ്പോഴാണോ ആ ട്രെൻഡ് റിവേഴ്സായി എന്ന് നമുക്ക് കൺഫർമേഷൻ കിട്ടുന്നത് അതുവരെ ആ ട്രെൻഡ്, അതായത് ലോങ് ടൈം ട്രെൻഡ് എങ്ങോട്ടേക്കാണോ ആ സൈഡിലേക്കാണ് നമ്മൾ എൻട്രി എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഇന്നും താഴത്തേക്ക് തന്നെ എൻട്രി എടുത്തത്. കാരണം ഇവിടുന്ന് പുഷ് ചെയ്ത് ഇതിനെ ബ്രേക്ക് ചെയ്താൽ, കാരണം വലിയ ദൂരമൊന്നുമില്ല, ഇതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നല്ല രീതിയിൽ താഴത്തേക്കൊരു ഫോൾ ആയിട്ട് അത് നമുക്ക് കിട്ടാനുള്ള സാധ്യത. അതുകൊണ്ടിട്ടാണ് നമ്മളത് എൻട്രി താഴത്തേക്ക് എടുത്തത് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് കാണാം ജസ്റ്റ് 1%-നുള്ളിലേ ഉള്ളൂ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ സ്റ്റോക്കിൻ്റെ ATR വരുന്ന 3%. അപ്പോൾ താഴത്തേക്ക് നല്ലൊരു പുഷ് അങ്ങനെയാണെങ്കിൽ, അപ്പോൾ നമ്മളിന്ന് ചെയ്ത് ശരിയായിരുന്നെങ്കിൽ കിട്ടാമായിരുന്നു, നല്ലൊരു റിസ്ക് റിവാർഡ് കിട്ടാമായിരുന്ന ട്രേഡാണ്. അതുകൊണ്ടാണ് അങ്ങോട്ട് അത് എടുത്തത് കേട്ടോ. ഈ സ്റ്റോക്കിലേക്ക് ഇനി നമുക്ക് കുറച്ച് അധികം നേരത്തിന് ശേഷം തിരിച്ചു വരാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇനിയിപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്, ഇതേ സമയം മറ്റുള്ള സ്റ്റോക്കുകളിൽ നമ്മൾ ഈ പറഞ്ഞ പ്രൈസ് ആക്ഷൻ രീതി എങ്ങനെ വർക്കൗട്ട് ആകുന്നുണ്ട് എന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നിഫ്റ്റി 50യുടെ കുറച്ചധികം സ്റ്റോക്കുകൾ നമുക്ക് ഈ സമയത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ.
വിപ്രോ നമുക്ക് കാണാം ഈ ഒരു പോയിന്റിലാണ് സ്റ്റാർട്ട് ചെയ്ത്. ഇതിൻ്റെ പ്രൈസ് പോയിൻറ്റ്സ് ആദ്യം മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പഠിക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇന്നലത്തെ ഒറ്റ ദിവസത്തെ പ്രൈസ് ആക്ഷൻ വെച്ചിട്ട് നമുക്ക് ഈ ട്രേഡ് മുന്നോട്ടേക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അത് കുറച്ച് ദിവസങ്ങളിൽ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായി പഠിച്ചെടുക്കാൻ പറ്റും. ഇവിടെ നമുക്ക് കാണാം ഈ പ്രൈസിലേക്ക് മാർക്കറ്റ് എത്തിയപ്പോൾ നല്ലൊരു പുഷ് മുകളിലേക്ക് കിട്ടി, മാർക്കറ്റ് മുകളിലേക്ക് പോയി, വീണ്ടും ഇവിടെ ടച്ച് ചെയ്തു, വീണ്ടും മുകളിലേക്ക് പുഷ് ചെയ്യുന്നു. ഇനി മാർക്കറ്റ് ക്ലോസിങ്ങിന് അധികം സമയമില്ലാത്തതുകൊണ്ട് തന്നെ അത് ഇവിടെ വെച്ചിട്ട് അവസാനിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഹിസ്റ്റോറിക്കലി ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എന്ത് നടന്നു എന്നും കൂടെ ഒന്ന് നോക്കാം. ഇവിടെയാണ് പിന്നെ ഹിസ്റ്റോറിക്കലി മാർക്കറ്റ് വന്നിട്ടുള്ളത് 16-ാം തീയതി ഓഗസ്റ്റ്. അവിടെ അന്ന് എന്ത് സംഭവിച്ചു എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ തന്നെ മാർക്കറ്റ് ഇവിടെ വന്നപ്പോൾ നിങ്ങൾക്ക് കാണാം റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്, താഴത്തേക്ക് പുഷ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു പ്രൈസ് പോയിന്റിൽ ആക്ഷൻസ് നടക്കുന്നുണ്ട്, പ്രൈസ് ആക്ഷൻ ഉള്ള ഒരു ഏരിയ ആണിത്. ഇവിടെ വന്ന് ടച്ച് ചെയ്ത് വീണ്ടും താഴത്തേക്ക് റിജക്ഷൻ ക്യാൻഡിൽ വന്നു. ഇതിനെ നല്ല രീതിയിൽ ഒരു ക്യാൻഡിൽ കട്ട് ചെയ്തതിന് ശേഷം മുകളിലേക്ക് തന്നെ പുഷ് ചെയ്തു. അപ്പോൾ ഇവിടുന്ന് താഴത്തേക്കും ഒപ്പം തന്നെ മുകളിലേക്കും, മുകളിൽ കയറിയാൽ ഇത് സപ്പോർട്ടും, താഴത്താണെങ്കിൽ പ്രൈസെങ്കിൽ ഇത് റെസിസ്റ്റൻസ് ആയിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കുറച്ചും കൂടെ പിന്നിലേക്ക് പോയി നോക്കാം. ഇവിടെയും നമുക്ക് അതേ കാര്യം തന്നെ കാണാൻ പറ്റും. നിങ്ങൾ കാണുന്ന ചാർട്ട് 15 മിനിറ്റ്സിലേതാണ്. ഇവിടെ പ്രൈസ് എത്തിയപ്പോൾ, അത് ഓപ്പൺ ചെയ്ത ഉടനെ തന്നെ പ്രൈസ് ഇങ്ങോട്ട് എത്തിയപ്പോൾ പോലും നമുക്കിവിടെ കാണാം നല്ല പുഷാണ് മുകളിലേക്ക് കിട്ടിയത്. സോ ഈ പ്രൈസ് പോയിന്റിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. നല്ലൊരു ക്യാൻഡിൽ ഇതിനെ ബ്രേക്ക് ചെയ്ത് താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നീട് പുഷ് ചെയ്തെങ്കിലും മുകളിലേക്ക് പോകാനാകാതെ ആ താഴത്തേക്ക് വലിയൊരു പുഷ് കിട്ടി. ഇതാണ് വിപ്രോയിൽ ഈ ഒരു പ്രൈസ് പോയിന്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ കാണാം ഇതിനെ ക്രോസ് ചെയ്ത് മുകളിൽ പോയി നല്ല രീതിയിലുള്ള പുഷ് മുകളിലേക്ക് പോയി. സോ വിപ്രോയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ നല്ലൊരു പ്രൈസ് ആക്ഷൻ പോയിൻ്റാണ്. അപ്പോൾ നമുക്ക് 5 മിനിറ്റിലേക്ക് മാറ്റിയിട്ട് വീണ്ടും നമ്മളുടെ ഇന്നത്തെ ദിവസത്തേക്ക് വരാം. സോ ഇതൊരു നല്ല സപ്പോർട്ട് ഏരിയയാണ്. ഒപ്പം തന്നെ ഇന്നലത്തെ ദിവസം നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ഇവിടെ വന്നപ്പോഴാണ് മാർക്കറ്റ് റിജക്റ്റ് ആയേക്കുന്നത്. സോ ഈ ഏരിയ നമുക്കൊന്ന് അടയാളപ്പെടുത്താം. ഈ ഏരിയയിൽ നിന്ന് ഹിസ്റ്റോറിക്കലി എന്ത് സംഭവിച്ചുവെന്ന് അതും കൂടെ നമുക്കൊന്ന് നോക്കിപ്പോവാം. അപ്പോൾ ഈ ഒരു പ്രൈസ് പോയിന്റ് നമ്മൾ ബാക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് 15 മിനിറ്റ്സിൽ ഇവിടെ വന്ന് ഹിറ്റ് ചെയ്തു, മാർക്കറ്റ് റിജക്റ്റ് ചെയ്തു. ഒപ്പം ഈ ക്യാൻഡിൽ കാണാം താഴത്തേക്ക്, അതായത് ഇതൊരു ബഫർ സോണായിട്ട് നമ്മളിപ്പോൾ കണക്ക് കൂട്ടുകയാണ്. അങ്ങനെയാണെങ്കിൽ താഴത്തുനിന്ന് മുകളിലേക്ക് നല്ലൊരു പുഷ് കിട്ടുന്നൊരു ഏരിയ ആണിതെന്ന് ഹിസ്റ്റോറിക്കലി നോക്കിയിട്ട് നമുക്ക് മനസ്സിലായി. സോ ഈ ഏരിയക്കകത്ത് ഒന്നുകിൽ ട്രേഡ് എടുക്കാതിരുന്നാലുള്ള ഗുണം, ഇതൊരു 1% ഏരിയയാണ്. എടുക്കാതിരുന്നാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിന് മുകളിൽ വരുമ്പോൾ നമുക്ക് മുകളിലേക്ക് എൻട്രി എടുക്കാം, ഇതിൻ്റെ താഴത്ത് നിന്ന് നമുക്ക് താഴത്തേക്ക് എൻട്രി എടുക്കാം. ഈ ഒരു 2 എൻട്രി മാത്രം അവിടെ എടുക്കുന്നതായിരിക്കും ഭംഗി. ഇവിടെ നമ്മൾ കണ്ടു ഈ ഫസ്റ്റ് ക്യാൻഡിൽ ഇതേപോലെ തന്നെ മുകളിലേക്ക് ക്രോസ് ചെയ്തപ്പോൾ ആ ദിവസവും നല്ലൊരു മൂവ് മുകളിലേക്ക് തന്നിട്ടുണ്ട് വിപ്രോ. ഇവിടെ നിന്ന് 1% ചേഞ്ച് മുകളിലേക്ക് തന്നിട്ടുണ്ട്, അതായത് 1:2 സിംപിളി ആ ദിവസവും കിട്ടുമായിരുന്നു. ഇനി കുറച്ചും കൂടെ ബാക്കിലേക്ക് നമുക്ക് പോയി നോക്കാം. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ പ്രൈസ് പോയിന്റ് വളരെ നന്നായിട്ട് ഈ ഒരു ക്യാൻഡിലിൽ ഫസ്റ്റ് ബ്രേക്ക് ചെയ്തു, അത് സസ്റ്റെയിൻ ചെയ്യുന്നില്ല, താഴത്തേക്ക് പോരുന്നു, ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യുന്നു, വീണ്ടും മുകളിലേക്ക്. അതായത് ഈ ഒരു ഏരിയ നല്ല രീതിയിൽ മുകളിലും താഴെയും സപ്പോർട്ടും റെസിസ്റ്റൻസും ആയിട്ട് അത് വർക്ക് ചെയ്തിട്ടുണ്ട്. 1% ഗ്യാപ്പുമാണ്. ഒപ്പം മറ്റൊരു ദിവസവും ഇവിടെ വന്ന് ഹിറ്റ് ചെയ്തപ്പോൾ മുകളിലേക്ക് പുഷ് ചെയ്യുവാണ്. സോ ഈ ഒരു ഏരിയയുടെയും പ്രാധാന്യം നമുക്ക് കൃത്യമായി മനസ്സിലായി. ഈ ഒരു ദിവസം നോക്കിക്കഴിഞ്ഞാൽ ഈ റെസിസ്റ്റൻസിനെ കട്ട് ചെയ്ത് മുകളിൽ കയറി, അതുപോലെ തന്നെ രണ്ടാമത്തെ ക്യാൻഡിൽ ഇവിടെയും കട്ട് ചെയ്ത് മുകളിൽ കയറി. 15 മിനിറ്റ്സ് ക്യാൻഡിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം റിജക്റ്റ് ചെയ്തെങ്കിലും വീണ്ടും മാർക്കറ്റ് ആ ഹൈ കട്ട് ചെയ്ത് മുകളിലേക്ക് തന്നെ പുഷ് ചെയ്യുന്നതാണ്. സോ ദാറ്റ് ഇന്നത്തെ ട്രേഡ് വിപ്രോയിൽ നമുക്ക് അങ്ങനെയാണെങ്കിൽ നല്ലൊരു പുഷ് അപ്പർ സൈഡിലേക്ക് പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ വിപ്രോയുടെ ഒരു ട്രെൻഡ് റിവേഴ്സലും കൂടെ ആയിരിക്കാം ഒരുപക്ഷെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതറിയാൻ വേണ്ടി നമുക്ക് 4 അവർ ചാർട്ടിലേക്ക് പോകാം. അതെ, 4 അവർ ചാർട്ടിൽ നിങ്ങൾക്ക് കാണാം ലാസ്റ്റ് പ്രിവെയിലിംഗ് ട്രെൻഡ് അത് ഈ ഒരു റെഡ് ക്യാൻഡിൽസുകളാണ്. കണ്ടിന്യൂസ്ലി താഴത്തേക്ക് പുഷ് ചെയ്തുകൊണ്ടിരുന്നു. ഇതിനെ ഈ ഒരു ലാസ്റ്റ് ക്യാൻഡലിനെ ബ്രേക്ക് ചെയ്തത് മുകളിലേക്ക് പോവുകയാണ്. സോ ദാറ്റ് നമ്മളുടെ ഇന്നത്തെ സ്റ്റോക്കിൽ സംഭവിച്ച അതേ ഒരു പാറ്റേൺ ആണ് ഇവിടെയും കാണുന്നത്. അതായത് വിപ്രോയും ട്രെൻഡ് റിവേഴ്സ് ചെയ്യുവാണ്.
ലോങ് ടൈം ഫ്രെയിമിൽ. ഓക്കെ, അപ്പോൾ ഈ ഹയർ ടൈം ഫ്രെയിമിൽ ഇവിടെയും ട്രെൻഡ് റിവേഴ്സൽ ചെയ്ത് അപ്പർ സൈഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് എൻട്രി എടുക്കാമായിരുന്നതാണ്. എൻട്രി എടുത്തിരുന്നെങ്കിൽ നെക്സ്റ്റ് എവിടെ നമുക്ക് ടാർഗറ്റ് ചെയ്യാമായിരുന്നു, അതും കൂടെ ഒന്ന് നോക്കിപ്പോവാം. ഇവിടെ നമുക്ക് കാണാം, ഇവിടെ എത്തിയപ്പോൾ മാർക്കറ്റ് മുകളിലേക്ക് ഒന്ന് പുഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ദിവസം സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ വരെ എത്തിയതിന് ശേഷം റിജക്റ്റും ചെയ്തിട്ടുണ്ട്. സോ ഇതൊരു പ്രൈസ് ആക്ഷൻ പോയിൻ്റ് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്യുകയാണ്. അതിനുശേഷം 15 മിനിറ്റിലിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. ഇവിടെ കണ്ടോ, അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെയൊക്കെ വന്നപ്പോൾ ഇതൊരു സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ഏരിയയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ലെവൽ ഓഫ് റെസിസ്റ്റൻസ് അത് ഇമ്മീഡിയറ്റ്ലി അതൊരു സോണായിട്ട് നമുക്കറിയാം. ജസ്റ്റ് ഒരു ലൈനായിട്ടല്ല സപ്പോർട്ടോ റെസിസ്റ്റൻസോ വർക്ക് ചെയ്യുന്നത്, അതൊരു സോണായിട്ടാണ്. ഇവിടെ വന്ന് ഹിറ്റ് ചെയ്തു, തിരിച്ച് ഇവിടെ വരെ വന്നു അല്ലേ, വീണ്ടും റിജക്ഷൻ വന്നു ഇങ്ങോട്ട്, വീണ്ടും ഇതിനെ ബ്രേക്ക് ചെയ്തിട്ട് മുകളിലേക്ക് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊരു സോണായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ തീരുമാനങ്ങളൊന്നും എടുക്കണ്ട. ഇവിടെ വെച്ചിട്ട് മുകളിലേക്ക് പോകുമോ അവിടുന്ന് റിവേഴ്സ് ആകുമോ എന്ന് നോക്കിയിട്ട് മാത്രം നമ്മൾ ടാർഗറ്റോ അല്ലെങ്കിൽ ട്രയലിംഗ് സ്റ്റോപ്പ് ലോസ് ഇവിടെ പരിഗണിക്കേണ്ട കാര്യമുള്ളൂ. സോ ഇതൊരു ബഫർ സോൺ തന്നെയാണ് നമ്മളിവിടെ പറഞ്ഞതുപോലെ. ഇനി ഇവിടെ ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ എവിടെ വരെ മാർക്കറ്റിന് പോകാം അത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വരെയാണ് നമുക്ക് പറയാവുന്ന ഒരു പോയിൻ്റ്. പിന്നെ ഒരു പോയിൻ്റ് ഇവിടെയും ഉണ്ട്, കാരണം ഇവിടെ ഇങ്ങനെ മാർക്കറ്റ് റിജക്ഷൻ എടുത്തിട്ടുള്ള ഏരിയയാണ്. ഒപ്പം ഇവിടെ ഒന്ന് മാർക്കറ്റ് കൺസോൾഡേറ്റും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഏരിയകളും നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ കണ്ടോ, ഇവിടെ ഒരു ലൈൻ വരച്ച് കഴിഞ്ഞ് ഇവിടെ ഒന്ന് കൺസോൾട്ടേഷൻ, ഇവിടെ ഒരു ചെറിയൊരു റെസിസ്റ്റൻസ് നേരിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ നമ്മൾ എൻട്രി എടുത്തെടുത്തുനിന്ന് ഈ പറഞ്ഞ 5 മിനിറ്റിലേക്ക് പോയിട്ട് നമ്മൾ അതിനൊന്ന് മെഷർ ചെയ്തിട്ട് വേണം നമുക്ക് വേണ്ടത് കിട്ടിയോ ഇല്ലയോ അതൊക്കെ നോക്കിയിട്ടാണ് പിന്നീട് നമുക്ക് ടാർഗറ്റ് തീരുമാനിക്കാവുന്നത്. അപ്പോൾ ഇന്ന് എൻട്രി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ പ്രീ ഓപ്പൺ ഇവിടെ വരുമ്പോൾ തന്നെ ഇവിടെയോ ഈ പ്രൈസ് ആക്ഷൻ പോയിൻറ്റിന് മുകളിലോ സ്റ്റോപ്പ് ലോസ് എൻട്രി നിങ്ങൾ കണ്ടു കാണും. ഇന്ന് നമ്മൾ എൻട്രി എടുത്ത് സ്റ്റോപ്പ് ലോസ് എൻട്രി ആയിട്ടാണ്. അപ്പോൾ അതുപോലൊരു സ്റ്റോപ്പ് ലോസ് ഓർഡർ ഇട്ട് വെച്ചിട്ട് ഇപ്പോൾ 517.50 ട്രിഗർ ആയിക്കഴിഞ്ഞാൽ എന്തായാലും മുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ നമ്മൾ എൻട്രി എടുത്തു. പിന്നീട് 0.5% അതല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇവിടെയൊക്കെ ആയിരിക്കും വെക്കുന്നത്. അതൊരു വലിയ സ്റ്റോപ്പ് ലോസ് ആണ്, 1% എബോവ് ഉണ്ട്. പക്ഷേ അങ്ങനെ ആയിരിക്കും നമ്മൾ തുടക്കത്തിൽ ചെയ്യാൻ സാധ്യത. അതിന് ശേഷം ട്രയൽ ചെയ്താണ് നമ്മൾ ഇങ്ങോട്ടേക്ക് 0.5%ലേക്ക് സ്റ്റോപ്പ് ലോസ് കൊണ്ടുവരാറുള്ളത്. ഓക്കെ, അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ATR അനുസരിച്ച് എവിടെ വരെ മൂവ് ചെയ്യാൻ സാധ്യതയുണ്ടോ അവിടെ വരെ ടാർഗറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ കണ്ടു ഇതൊരു ബഫർ സോണിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഇതിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇവിടെ വരെ പോകാം, ഇല്ലെങ്കിൽ ഇവിടെ വരെ വേണമെങ്കിലും പോകാം. അത് ATRും കൂടെ ചെക്ക് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് ഇന്നത്തെ ദിവസം വിപ്രോയുടെ ATR എന്തായിരുന്നു. ഒരു പക്ഷേ ഈ വീഡിയോ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ അവസാനിപ്പിച്ചിട്ടുണ്ടാകാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ദിവസത്തെ ഒന്ന് ചെക്ക് ചെയ്യുക, ATR എന്തായിരുന്നു, അത്ര തന്നെ മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ടോ, അതനുസരിച്ചിട്ട് ഈ ഏതെങ്കിലും പ്രൈസ് ആക്ഷൻ പോയിന്റുകളിലേക്ക് ടാർഗറ്റ് ചെയ്തിരുന്നെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടുമായിരുന്നു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മാനുവലി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയും കൂടുതൽ നിങ്ങൾക്ക് പഠിക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഇവിടെ വരെ ടാർഗറ്റ് ചെയ്താൽ നമുക്ക് കിട്ടാവുന്നത് 1:3 ആണ്. ഇനി അവിടെ വരെ ടാർഗറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നോ നമുക്ക് റഫ്ലി ഒന്ന് നോക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം 1.95% ആണ് വിപ്രോയുടെ കഴിഞ്ഞ ദിവസത്തെ ചേഞ്ച്. അതിന് മുന്നത്തെ ഒരു ദിവസവും കൂടെ നമുക്ക് ചേഞ്ച് ഒന്ന് നോക്കാം. ലോ ടു ഹൈ വരുന്നത് 2.44% ആണ്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ദിവസം നമ്മളൊരു 2.5% ATR ഉണ്ടെന്ന് കണക്ക് കൂട്ടിയാൽ അത് പോകാവുന്നത് ഈ ഒരു പ്രൈസ് പോയിന്റ് വരെ പോകാമെന്ന് നമുക്ക് കണ്ടു. നമ്മൾ 2 ദിവസം 3 ദിവസത്തെ ചെക്ക് ചെയ്തുള്ളൂ. ഓക്കെ, അപ്പോൾ തന്നെ 2.5% പോകാമെന്ന് കണ്ടു. നമ്മൾ എൻട്രി എടുത്തെടുത്തുനിന്ന് അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ലോ ടു ഹൈ ആണ് നമ്മൾ പോകാവുന്ന സാധ്യത കാണുന്നത് ഇവിടെ വരെ. ഓക്കെ, അപ്പോൾ ഇങ്ങോട്ട് ടാർഗറ്റ് ചെയ്താൽ എന്ത് കിട്ടാമായിരുന്നു, അതാണ് നമുക്ക് ഇന്ന് കിട്ടാവുന്ന മികച്ച റിട്ടേൺ. അപ്പോൾ 3.5 ഇവിടെ കിട്ടാം. ഇനി വേണമെങ്കിൽ ഒരു കാര്യം കൂടെ നമുക്കിവിടെ ചെക്ക് ചെയ്യാം. അത് നമുക്ക് മറ്റൊരു ചാർട്ടിൽ പോയിട്ട് നോക്കാം. നിഫ്റ്റിയിൽ നിന്ന് പോയേക്കുന്നത് കണ്ടോ, നിഫ്റ്റി നല്ലൊരു ഹൈ ബുള്ളിഷ് ട്രെൻഡ്, നല്ലൊരു ഹൈ ട്രെൻഡാണ് തന്നേക്കുന്നത് കേട്ടോ. ഇവിടെ നമ്മൾ വിപ്രോയാണ് നോക്കിക്കൊണ്ടിരുന്നത്. നമ്മുടെ ഇതിനകത്ത് വിപ്രോ ഇല്ല, നമുക്കിവിടെ വിപ്രോ ആഡ് ചെയ്യണം.
ഞാനൊന്ന് പോസ് ചെയ്ത് അതെല്ലാം ചെയ്തിട്ട് നിങ്ങളെ കാണാം. നിങ്ങൾക്കിപ്പോൾ കാണാം വിപ്രോയുടെ ATR നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ATR ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. 14 ഡേയ്സ് ATR ആണ് നമ്മളിവിടെ 14 പീരീഡ് ATR ആണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, അത് വരുന്നത് 12.07 ആണ്. അതായത് ഒരു ദിവസം 12 രൂപ. ഇത് ഡെയിലി ടൈം ഫ്രെയിമിലാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഒരു ദിവസം 12 രൂപയുടെ ചേഞ്ചാണ് വിപ്രോയിൽ കഴിഞ്ഞ 14 ഡേയ്സ് നോക്കിക്കഴിഞ്ഞാൽ ആവറേജ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് 12 രൂപ. ഓക്കെ, എന്നിപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഓൾറെഡി 11 രൂപ 70 പൈസ പോയിട്ടുണ്ട്. അതായത് 2.24%. ഇനി ഇതിൻ്റെ കാൽക്കുലേഷൻ നമ്മൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ 2.29% ആണ് കഴിഞ്ഞ ലാസ്റ്റ് 14 ഡേയ്സിലെ ATR. 2.29% മൂവാണ് വിപ്രോയിൽ നമുക്ക് പെർ ഡേ ആവറേജ് പ്രതീക്ഷിക്കാവുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് ആ രീതിയിലേക്ക് അത് മൂവും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 2.24%. ഇവിടെ നമുക്ക് നോക്കാം 2.29%. നമ്മൾ ഈ കണ്ടുപിടിച്ചത് തന്നെയാണ് ഇവിടെയും കാണിക്കുന്നത്. അതായത് ഈ ഒരു പ്രൈസ് പോയിൻ്റ് വരെയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് വിപ്രോയ്ക്ക് എത്താവുന്ന കാര്യം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ രണ്ട് രീതിയിൽ ഇനി ടാർഗറ്റ് ഫിക്സ് ചെയ്യാം. അതായത് ഒന്നെങ്കിൽ ഇവിടെ ടാർഗറ്റ് ഓർഡർ ഇട്ടിട്ട് നിങ്ങൾക്ക് എക്സിറ്റ് എടുക്കാം. അതല്ല എങ്കിൽ നമ്മളിവിടെ വെച്ചേക്കുന്ന സ്റ്റോപ്പ് ലോസിനെ ഇവിടെ നമുക്കൊരു സ്വിംഗ് ലോ കിട്ടിയിട്ടുണ്ട്. ഇതിന് മുകളിലേക്ക് ട്രയൽ ചെയ്യാം. ഇവിടെ ട്രയൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് തിരിച്ചു വന്ന് ഹിറ്റ് ചെയ്താൽ മിനിമം 1:1 അവിടെ റിസ്ക് റിവാർഡ് കിട്ടുന്നുണ്ടാവും. ഓക്കെ, ഇനി നമ്മൾ ഇവിടെയാണ് നമ്മൾ ടാർഗറ്റ് വെച്ചതെങ്കിൽ നമ്മൾ മറിച്ച് ഒന്നുകിൽ ഇവിടെ ട്രയൽ ചെയ്യുന്നു, ഇതിനെയും ബ്രേക്ക് ചെയ്ത് ക്ലോസിംഗ് തന്നു, ഇവിടെ ഒരു റെഡ് ക്യാൻഡിൽ വെച്ചു, അതൊരു ഇൻഡിസിഷൻ ക്യാൻഡിലുമാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം മുകളിലേക്ക് തന്നെ ഇനിയും പുഷ് ചെയ്യാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ ഈ ഒരു റെഡ് ക്യാൻഡിലിന് താഴത്തേക്ക് ട്രയൽ ചെയ്യാം. അതിപ്പോഴല്ല, ഈ ഒരു പ്രൈസ് പോയിൻറ്റിനെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ട്രയലും സ്റ്റോപ്പ് ലോസ് ഈ ഒരു പ്രൈസ് ആക്ഷൻ ലൈനിന് താഴത്തേക്ക് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടാവുന്ന മിനിമം 1:2 ഇവിടെ റിസ്ക് റിവാർഡ് കിട്ടും. ഇനി ഇതിങ്ങോട്ട് ട്രയൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വെച്ചേക്കുന്ന ടാർഗറ്റ് ഓർഡർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് ട്രയൽ ചെയ്യാം. അതായത് സ്റ്റോപ്പ് ലോസ് ഓർഡറും അതുപോലെ തന്നെ നമ്മുടെ ടാർഗറ്റ് ഓർഡറും നമ്മൾ കയറ്റി ട്രയൽ ചെയ്ത് മുന്നോട്ട് പോകുന്നു. അങ്ങനെയാണെങ്കിൽ ഒന്നുകിൽ ഇവിടെ തിരിച്ചു വന്ന് ഹിറ്റ് ചെയ്താൽ നമുക്ക് 2 പോർഷൻ, അതായത് 1:2 ഇവിടെ കിട്ടും. ഇനി അതല്ല, ഇവിടെ അത് ഹിറ്റ് ചെയ്യുന്നില്ല, മുന്നിലേക്ക് പോയി ഇവിടെ വന്നാണ് ഹിറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 1:4.9 അതായത് 1:5 നമുക്കിവിടെ കിട്ടും. അപ്പോൾ ഇന്ന് ഇതിലെന്ത് സംഭവിക്കുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. ഇനി ഇതുപോലെ തന്നെ അടുത്ത കുറച്ച് ട്രേഡുകൾ എങ്ങനെ നമ്മൾ എടുക്കുമായിരുന്നു എന്ന ഏകദേശ ഒരു രീതി ഞാൻ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ട് അത് നിങ്ങൾക്ക് ഈ വീഡിയോയിലൊന്ന് കാണിച്ചു തരാം. അത് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണലി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അങ്ങനെ നിങ്ങൾക്ക് ഏതൊരു ട്രേഡിംഗ് സ്ട്രാറ്റജിയും സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ കുറച്ച് നേരത്തേക്ക് ഞാൻ വീഡിയോ ഒന്ന് പോസ് ചെയ്യുവാണ്. ഇനിയുള്ളത് ഞാൻ ഓൾറെഡി അടയാളപ്പെടുത്തി വെച്ചിട്ടായിരിക്കും നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കമൻറ്റിൽ ആവശ്യപ്പെടാം ലൈവായിട്ട് അത് ചെയ്യുന്നത് കാണണമോ അതോ ഇങ്ങനെ കണ്ടാൽ മതിയോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞാൽ അതിനനുസരിച്ച് വരുന്ന വീഡിയോകളിൽ നമ്മൾ വേണ്ടുന്ന ചേഞ്ചുകൾ കൊണ്ടുവരുന്നതാണ് കേട്ടോ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡിവീസ് ലാബിൻ്റെ ചാർട്ടാണ്. ഇന്നത്തെ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ ഈ ഒരു പ്രൈസ് പോയിൻറ്റിനെ ക്രോസ് ചെയ്ത് ക്ലോസിംഗ് തന്നു. ഇവിടെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലേക്കും അതുപോലെ തന്നെ ഈ പ്രൈസ് പോയിൻറ്റിനെ ക്രോസ് ചെയ്താൽ താഴത്തേക്കും. കാരണം ഇതിന് രണ്ടിനും മധ്യത്തിലാണ് ഓപ്പൺ ചെയ്തേക്കുന്നത്. നമുക്ക് എൻട്രി എടുക്കാവുന്നതാണ്. ഇവിടെ നമുക്ക് കാണാം ഇതിനെ ക്രോസ് ചെയ്ത് മുകളിൽ പോയതിന് ശേഷം തിരിച്ചു വന്ന് റീടെസ്റ്റ് നടത്തിയിട്ട് മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് പുഷ് ചെയ്യുവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു എൻട്രി നല്ലൊരു എൻട്രി ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ ഫസ്റ്റ് ടാർഗറ്റ് ഇതും സെക്കൻഡ് ടാർഗറ്റ് ഇതും. അതുകൊണ്ട് തന്നെ നമ്മൾ സെക്കൻഡ് ടാർഗറ്റിലേക്ക് ടാർഗറ്റ് ചെയ്താൽ 0.5 അഗൻസ്റ്റ് റിസ്ക് റിവാർഡ് വെച്ച് കഴിഞ്ഞാൽ 1:2 അല്ലെങ്കിൽ 1:2 എബോവ് നിങ്ങൾക്ക് ഇവിടെ സിമ്പിളി കിട്ടുന്നതാണ്. ഇനി ഇവിടെ ഈ കാണുന്ന പ്രൈസ് ലൈൻ വരെ നമുക്ക് ഈ ചാർട്ടിൽ നിന്ന് കിട്ടുന്നുള്ളൂ. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം. അതേസമയം ഈ മുകളിൽ വന്നേക്കുന്ന പ്രൈസ് പോയിൻ്റ് നമ്മൾ കണ്ടെത്തിയേക്കുന്നത്, ഇനി ഇതിന് മുകളിലേക്ക് 1-2 പ്രൈസ് പോയിൻറ്റും കൂടെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഏതൊരാളും നിങ്ങൾ പ്രൈസ് ആക്ഷൻ ട്രേഡിംഗ് കംപ്ലീറ്റ്ലി പഠിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായും ഈ ഡേവിസ് ലാബിൻ്റെ
2021 നവംബർ 29 അതായത് നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ടൈം ഫ്രെയിം 50 മിനിറ്റ്സിലേക്ക് സ്വിച്ച് ചെയ്യുക. അതിനുശേഷം ഇവിടുന്ന് ബാക്കിലേക്ക് പോവുക. 2021 നവംബർ 29 ചാർട്ടിലേക്ക്. അത് പോകാൻ അറിയാൻ മേലാത്തവർക്ക് അത് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ആൾട്ട് പ്രസ് ചെയ്യുക, ഒപ്പം G പ്രസ് ചെയ്യുക. അപ്പോൾ ഗോ ടു എന്ന് പറയുന്ന മെനു വരും. ഇതിനകത്ത് 2021 നവംബർ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്ന കാണാം. ഇത് അത്രയും ബാക്കിലേക്ക് പോയിട്ടാണ് ഞാൻ ആ പ്രൈസ് പോയിൻറ്റ്സുകൾ കണ്ടുപിടിച്ചത്. അപ്പോൾ പ്രൈസ് ആക്ഷൻ ട്രേഡിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളും ഹോംവർക്കായിട്ട് നിങ്ങളിത് തന്നെത്താനെ ഒന്ന് ബാക്കിലേക്ക് പോയി ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ രസകരമായ നിങ്ങളുടെ കോൺഫിഡൻസിനെ നല്ല രീതിയിൽ വർദ്ധിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ അതിലേക്ക് ചെക്ക് ചെയ്യുന്ന ഏതൊരാളും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായും നിങ്ങൾ ചെക്ക് ചെയ്തു എന്നത് ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. കാരണം നിങ്ങൾ എത്ര പേര് ഇത് സീരിയസ് ആയി കണ്ട് മനസ്സിലാക്കുന്നുണ്ട് എന്ന് നമുക്കും കൂടെ അറിയാനൊരു ആഗ്രഹമുള്ളത് കൊണ്ടാണ്. ഒന്ന് കമൻറ്റ് ചെയ്യുക. പ്ലസ് അവിടെ കണ്ട കാര്യങ്ങൾ ഒന്ന് വിശദീകരിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. ഇല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒന്ന് കമൻറ്റിൽ അത് രേഖപ്പെടുത്തുക. ഓക്കെ. അപ്പോൾ പ്രൈസ് ആക്ഷൻ പോയിൻറ്റുകൾ കണ്ടെത്തുന്നതും അതിൻ്റെ ഇമ്പോർട്ടൻസ് കൃത്യമായി മനസ്സിലാക്കാൻ ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപകരിക്കും. അപ്പോൾ അതൊന്ന് ഉറപ്പായും നിങ്ങൾ ഓരോരുത്തരും ചെക്ക് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് അടുത്ത സ്റ്റോക്കിലേക്ക് പോകാം. ഇന്നത്തെ ദിവസം ഈ വീഡിയോ കണ്ടതിന് ശേഷം നമ്മൾ ഈ അടയാളപ്പെടുത്തുന്ന സ്റ്റോക്കുകളിൽ എന്ത് സംഭവിച്ചു എന്നത് മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് പഠിക്കണം കേട്ടോ. കാരണം ഒരു തിയറിയും നീന്തൽ ക്ലാസ്സിലായിക്കോട്ടെ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ എന്തും ആയിക്കോട്ടെ, ഒന്നും നിങ്ങൾ തിയറി ആയിട്ട് പഠിച്ച് കാണാപ്പാഠം പലയിടത്തും അത് അപ്ലൈ ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ ജീവിതത്തിൻ്റെ പല മേഖലകളിലും തിയറി പഠിച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത ഒത്തിരി സാഹചര്യങ്ങളുണ്ട്. അത്തരം ഒരു മേഖലയാണ് സ്റ്റോക്ക് ട്രേഡിംഗ്. അതുകൊണ്ടാണ് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നത് ഇങ്ങനെയാണ്. എത്ര രൂപയുടെ കോഴ്സ് നിങ്ങൾ പഠിച്ചു എന്ന് പറഞ്ഞാൽ പോലും തിയറി പഠിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ വിജയിക്കാൻ പറ്റണമെന്ന ഒരു നിർബന്ധവുമില്ല. മറിച്ച് ഒരു കോഴ്സും ചെയ്തില്ലെങ്കിൽ പോലും ഒത്തിരി എക്സ്പെർട്ടായിട്ടുള്ള പ്രോഫിറ്റബിൾ ട്രേഡേഴ്സിൻ്റെ ലൈവ് വീഡിയോസ് നിങ്ങൾ നിരന്തരം കണ്ടുകൊണ്ടിരുന്നാൽ അവരെന്താണ് ചെയ്യുന്നത്, എങ്ങനെയാണ് പ്രോഫിറ്റ് മേക്ക് ചെയ്യുന്നത്, അവരുടെ സ്ട്രാറ്റജി എന്താണ്, ഇതെല്ലാം മറ്റാരും പറഞ്ഞു തരാതെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. സോ നമ്മൾ ഒത്തിരി അവേഴ്സ് ട്രേഡിങ് ലൈവ് ചെയ്യുന്ന ആൾക്കാരുടെ അത് കണ്ട് പഠിക്കുകയായിരിക്കും ഏറ്റവും എളുപ്പവും ഏറ്റവും സ്ട്രോങ്ങും ആയിട്ടുള്ള മാർഗ്ഗമെന്ന് എനിക്ക് തോന്നുന്നത്. സോ നമുക്ക് അടുത്ത സ്റ്റോക്ക് ചെക്ക് ചെയ്യാം. അത് കംപ്ലീറ്റ് മാർക്ക് ചെയ്തതിന് ശേഷം നിങ്ങളെ ഞാൻ കാണിക്കാം. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ LTIM നിങ്ങൾക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ഇതിൻ്റെ ഹിസ്റ്റോറിക്കലി ഉള്ളൊരു പ്രൈസ് ആക്ഷൻ പോയിൻ്റ് ആയിരുന്നു ഇത്. ഈ ഒരു പോയിൻ്റ് പ്ലസ് ഇന്നലത്തെ ഇവിടെ ഒരു സ്വിംഗ് ഹൈയും ലോയും ഇതിനെ ഒന്ന് ക്രോസ് ചെയ്ത് ആണിത് ഓപ്പൺ ചെയ്ത് തന്നെ താഴത്തേക്ക് ഫസ്റ്റ് ക്യാൻഡിൽ ഒന്ന് റിജക്റ്റ് ചെയ്തെങ്കിലും അത് പിന്നീട് തിരിച്ചു പോയിട്ട് ഈ ഒരു പ്രൈസ് പോയിൻറ്റിനെ കട്ട് ചെയ്ത് മുകളിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ ഈ ഒരു രണ്ട് പ്രൈസ് പോയിൻറ്റുകൾക്ക് നടുവിലാണ് ഇതിന്ന് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ് നമുക്കിവിടെ ചെയ്യാവുന്നത് ഫസ്റ്റ് ക്യാൻഡിൽ ഉള്ളിലാണ്, താഴത്ത് ഇവിടെ അറിയാം ഇതൊരു എന്താണ് കൺസോൾട്ടേഷൻ ഏരിയ ആയിട്ട് ഇന്നലെ വർക്ക് ചെയ്താണ്. മെജോറിറ്റി ടൈം മാർക്കറ്റ് ഇന്നലെ ഈ ഒരു പോയിൻറ്റിനുള്ളിൽ തന്നെയായിരുന്നു. സോ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ബഫർ സോണാണ്. അപ്പോൾ ഈ ഒരു സോണിൻ്റെ മുകളിൽ നിന്ന് മുകളിലേക്കും താഴത്ത് നിന്ന് താഴത്തേക്കും നമുക്ക് എൻട്രി എടുക്കാവുന്നതാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്ത് തന്നെ മുകളിലാണ്. പ്ലസ് ഈ ഒരു പ്രൈസ് ആക്ഷൻ ലൈനിനെയും കൂടെ അത് ക്രോസ് ചെയ്യുന്നുണ്ട്. ഈ പോയിൻ്റ് വെച്ച് നമുക്ക് മുകളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇതാ ഇവിടെ വരെ നമ്മളിപ്പോൾ ടാർഗറ്റ് വെച്ചേക്കുന്നു, അതായത് 1:3. ഇനി ഇപ്പോൾ നിൽക്കുന്ന ഏരിയയിലേക്ക് നമുക്കൊന്ന് മെഷർ ചെയ്താൽ, അല്ലെങ്കിൽ ഈ ഒരു സ്വിംഗ് ലോയിലേക്ക് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ 1:1 എബോയാണ് നിൽക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഒരു ടാർഗറ്റ് തന്നെ നമ്മൾ മുന്നിൽ കണ്ട് മുന്നോട്ട് പോയി എന്ന് കരുതി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നമ്മളിത് നോക്കുന്നത്. ഇനി ആ എൻട്രി നമുക്കൊന്ന് സൂം ഔട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, സൂം ഇൻ ചെയ്തൊന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും 1 മിനിറ്റിലേക്ക്. അപ്പോൾ ഒരു സൂം ചെയ്യുന്ന എഫക്റ്റാണ് നമുക്കിവിടെ കിട്ടുന്നത്. 1 മിനിറ്റ് ക്യാൻഡിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇതാ ഇവിടെ ആ എൻട്രി കുറച്ചും കൂടെ കൃത്യമായി നമുക്ക് കാണാം. എപ്പോഴും 1 മിനിറ്റ് നോക്കണം നിർബന്ധമൊന്നുമില്ല, നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. 1 മിനിറ്റിൽ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ക്യാൻഡിൽ നല്ലൊരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ് നമ്മളിവിടെ കാണുന്നത്. ബോഡി ഇല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു പുഷിങ് നടന്നിട്ടുമുണ്ട്. സെക്കൻഡ് ക്യാൻഡിൽ റെഡ് ക്യാൻഡിൽ വെച്ചു, എന്നിരുന്നാൽ പോലും നെക്സ്റ്റ് ക്യാൻഡിൽ തേർഡ് ക്യാൻഡിൽ
നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലായിട്ട് അവസാനിക്കുകയാണ് 1 മിനിറ്റിൽ. ഇതിവിടെ വന്ന് ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മുകളിലേക്ക് എൻട്രി എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രൈസ് പോയിൻറ്റിനെയും ഇന്നത്തെ എൻട്രി ഏരിയ ആയിട്ട് നമുക്ക് നോക്കാവുന്നതാണ്. അതർവൈസ് ഇവിടെ നിന്ന് എന്തെങ്കിലും കൺഫർമേഷൻ മറ്റേതെങ്കിലും രീതിയിൽ നമുക്ക് കിട്ടുകയാണെങ്കിൽ ഇവിടുന്ന് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. കാരണം ഇന്നലെ മെജോറിറ്റി ടൈം മാർക്കറ്റ് നിന്നത് ഈ 2 പ്രൈസ് ഏരിയയ്ക്ക് ഉള്ളിലാണ്, കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് ആ ഒരു ഇതിനെ സപ്പോർട്ടോ റെസിസ്റ്റൻസോ ആയിട്ട് എടുക്കാവുന്നതാണ്. ഓപ്പൺ ചെയ്തത് ഇവിടെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ ഇതൊരു റെസിസ്റ്റൻസ് ഏരിയയായി മാറുകയും ഓപ്പൺ ചെയ്തത് ഈ ഒരു ഏരിയയ്ക്ക് മുകളിലായിരുന്നു കൊണ്ട് ഇതൊരു സപ്പോർട്ട് ഏരിയയായി മാറുകയും ചെയ്തു. ഇത് നമുക്ക് ബേസിക്കലി അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ ഇന്ന് ട്രേഡ് എടുക്കാൻ പറ്റുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ 1:2 എബോവ് ഓൾറെഡി ഇത് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ നമ്മൾ വരച്ചിട്ടുണ്ട് ഈ ഒരു പ്രൈസ് ആക്ഷൻ പോയിന്റ്, അതിലേക്ക് വന്ന് ഓൾറെഡി ഹിറ്റ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഇതിൻ്റെ ATR അനുസരിച്ചിട്ട് ഇതിന് വേണമെങ്കിൽ ഇന്ന് ഈ പറയുന്ന ഏരിയ 1:3 നമുക്ക് ടാർഗറ്റ് ചെയ്യാവുന്നതാണ്. ഇനി അത് കിട്ടിയില്ല എങ്കിലും സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്തുകൊണ്ട് വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി ജസ്റ്റ് ഒരേ ഒരു ഷെയറിൻ്റെയും കൂടെ നമ്മൾ ഈ രീതിയിലൊന്ന് കാണിച്ചതിന് ശേഷം ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഒരെണ്ണം കൂടെ ജസ്റ്റ് അതിന് മുന്നോടിയായിട്ട് നോക്കാം. ഇപ്പോൾ ഏഷ്യൻ പെയിൻറ്റ്സ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏഷ്യൻ പെയിൻറ്റ്സ് ഇന്നലെ എത്ര പെർസെൻറ്റേജിൻ്റെ മൂവ് ഉണ്ടായിരുന്നു എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇന്നലെ 1.5% മൂവാണ് ഉണ്ടായിരുന്നത്. അത് വളരെ ചെറിയൊരു മൂവാണെന്ന് നമുക്ക് അറിയാം. എന്നിരുന്നാൽ പോലും അതിൽ തന്നെ ചെയ്താൽ എന്ത് കിട്ടും നമുക്കൊന്ന് ചെക്ക് ചെയ്യുകയും കൂടെ ചെയ്യാം. 15 മിനിറ്റ്സ് ക്യാൻഡിലേക്ക് നമുക്ക് ഫസ്റ്റ് ഒന്ന് നീക്കുവാണ്. ഇവിടെ ഒരു സപ്പോർട്ട് പോയിൻ്റ് ആയിട്ട് നമുക്കിവിടെ ആക്ട് ചെയ്ത് കാണാം. പിറ്റേ ദിവസം മുകളിലേക്കാണ് പുഷ് ചെയ്തിട്ടുള്ളത്. സോ ദാറ്റ് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തു. പ്ലസ് ഇതിൻ്റെ അപ്പർ സൈഡ് ഇവിടെ മാർക്ക് ചെയ്തു. അതിന് ശേഷം നമുക്ക് 5 മിനിറ്റ്സിൽ ഇന്നലെ എന്ത് സംഭവിച്ചു എന്നുള്ളതും കൂടെ ഒന്ന് നോക്കിയിട്ട് ഇന്നലെ ഈ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് കണ്ടോ 1, 2, 3 ഇങ്ങോട്ട് വന്ന സമയത്തൊക്കെ മുകളിലേക്കൊരു പുഷ് കിട്ടുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്തിരുന്നു. സോ ദാറ്റ് നമുക്ക് ഈ ഒരു ഏരിയ കൺസോൾട്ടേറ്റ് ചെയ്ത് ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ എന്താ പറയണേ, ഗ്രീൻ ക്യാൻഡിലാണ് ഇന്നലെ അവസാനിച്ചേക്കുന്നത്. അതായത് ഈ ഒരു ഏരിയയിലേക്ക് വന്നപ്പോഴൊക്കെ മുകളിലേക്ക് പുഷിങ് ഉണ്ടായിരുന്നു. രണ്ടാമത് എവിടെയാണ് നമുക്ക് താഴത്തേക്ക് റെസിസ്റ്റൻസ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇത് വലിയൊരു ബുള്ളിഷ് ക്യാൻഡിൽ വെച്ചു അതുപടി തന്നെ താഴത്തേക്ക് പുഷ് ചെയ്തേക്കുക. സോ ഇവിടെ നിന്ന് മുകളിലേക്ക് പോകാൻ അനുവദിച്ചിട്ടില്ല. നമുക്ക് ഇവിടെയും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത്രയാണ് ഇന്നലത്തെ പ്രൈസ് ആക്ഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു റീജിയണിൽ നിന്ന് താഴത്തേക്കും അതുപോലെ തന്നെ ഈ ഒരു പോയിന്റിൽ നിന്ന് മുകളിലേക്കുമാണ് ഇന്നലെ നമുക്ക് പ്രൈസ് ആക്ഷൻ ഉണ്ടായിരുന്നത്. സോ നമുക്ക് ഇന്നത്തെ മാർക്കറ്റിൽ എന്ത് ചെയ്യുമായിരുന്നു? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഒരു അബദ്ധം പറ്റാൻ സാധ്യതയുണ്ട്. കാരണം ഫസ്റ്റ് ക്യാൻഡിൽ മുകളിലേക്ക് പുഷ് ചെയ്തു എങ്കിലും അതിനെ തള്ളി താഴത്തേക്ക് ഇറക്കുന്നതാണ് കണ്ട്. ഇവിടെ വന്നിട്ട് നമ്മൾ താഴത്തേക്ക് എൻട്രി എടുക്കാനുള്ളൊരു സാധ്യത ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ ഇവിടെ താഴത്തേക്ക് എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമ്മളീ പറയുന്ന പോലെ സ്റ്റോപ്പ് ലോസ് എന്തായാലും ഉറപ്പായിട്ടും അടിക്കും. അത് എത്രയാണെന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. കാരണം നമ്മൾ എടുക്കാൻ പോകുന്ന എല്ലാ ട്രേഡും ഒന്നും ഉറപ്പായിട്ടും നമുക്ക് പ്രോഫിറ്റിൽ അവസാനിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു 50-50 ഒക്കെയാണ് ഏത് രീതിയിൽ ട്രേഡ് എടുത്താലും നമുക്ക് കിട്ടാവുന്ന നല്ലൊരു വിൻ റേഷ്യോ. ഇവിടെ വരെ വെക്കുകയാണെങ്കിൽ ഒരു 1% സ്റ്റോപ്പ് ലോസ് നമുക്ക് വെച്ച് കൊടുക്കേണ്ടി വരും. ഇനി അതല്ലായിരുന്നു നമ്മൾ എൻട്രി എടുത്തത്, ഈ പറയുന്ന പോലെ 1 മിനിറ്റിലേക്ക് ഒന്ന് നോക്കാം അവിടെ എന്ത് സംഭവിച്ചു. 1 മിനിറ്റ് നോക്കുമ്പോൾ നേരെ താഴത്തേക്ക് പുഷ് ചെയ്തു. എന്നിരുന്നാലും 1 മിനിറ്റ് ക്യാൻഡിൽ മുകളിൽ തന്നെ കൊണ്ട് ക്ലോസിങ് തന്നിട്ടുണ്ട്. സോ ഇവിടെ നിന്ന് നല്ലൊരു പുഷ് മുകളിലേക്കുണ്ടെന്ന് 1 മിനിറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. രണ്ടാമത് ഈ ലോയെ ബ്രേക്ക് ചെയ്യപ്പെട്ടിട്ടില്ല, വീണ്ടും ഉള്ളിലേക്ക് പോയിട്ട് ക്ലോസിങ്ങും തന്നു. അപ്പോൾ ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഇന്നലെ ഇവിടെ നല്ല സപ്പോർട്ട് കിട്ടിയതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുന്നില്ല എന്നതാണ് ഇത് കാണിച്ചേക്കുന്നത്. സോ ഇവിടുന്ന് നമ്മളൊരു എൻട്രി മുകളിലേക്ക് അത് കുറച്ച് നേരം വെയിറ്റ് ചെയ്താലായിരിക്കും നമുക്ക് എടുക്കാൻ പറ്റുന്നത്. ഇനി അതല്ലെങ്കിൽ പിന്നീട് എപ്പോൾ നോക്കിയാലും നമുക്ക് അങ്ങോട്ടേ എൻട്രി ഉള്ളൂ. അതായത് ആദ്യം നമ്മൾ ഫസ്റ്റ് ക്യാൻഡിൽ പോയി എൻട്രി എടുക്കുന്നില്ല താഴോട്ടെങ്കിൽ പിന്നെ എപ്പോൾ നോക്കിയാലും നമുക്ക് ഇതിനകത്ത് മുകളിലേക്കേ എൻട്രി എടുക്കാനുള്ളൂ. സോ ഈ ഒരു ലൈനിന് മുകളിൽ നമുക്ക് എൻട്രി എടുത്താൽ ഇന്ന് നമ്മൾ സേഫ് സൈഡിലാണ്. അതിവിടെ നോക്കുമ്പോൾ നമുക്ക് കാണുന്നുണ്ട് 5 മിനിറ്റിൽ തിരിച്ചുള്ളിൽ വന്ന് ക്ലോസിങ് തരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് എൻട്രി എടുത്താൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്തേക്കാം. കാരണം ഏതൊരു ട്രേഡിലും നമുക്ക് 2 എൻട്രീസാണ് പോസിബിളി എടുക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും സാധ്യത ഒരേപോലെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് സാധിക്കുന്നത്
ഇവിടെ 0.5% നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ക്യാൻഡിൽ പോയേക്കുന്നത് മാക്സിമം ഇത്രയാണ്, 1:1 പോയിട്ടുള്ളൂ. അത് പക്ഷേ ഇവിടം വരെ പോരാ, നമുക്ക് നമ്മുടെ ടാർഗറ്റായിട്ട് സെക്കൻഡ് ടാർഗറ്റിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ സെക്കൻഡ് ടാർഗറ്റിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാലാണ് നമുക്കൊരു 7.5 ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജിയിൽ നമ്മൾ കണ്ടു കാണും. നമ്മൾ പലപ്പോഴും ഇപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴായിക്കോട്ടെ, ലൈവ് ട്രേഡ് എടുത്തപ്പോഴായിക്കോട്ടെ, നമുക്ക് 1:2 അല്ല ഇവിടെ കിട്ടുന്നത്. പലപ്പോഴും നമ്മൾ 1:3 3യുടെ അടുത്തോ ആണ് കിട്ടുന്നത്. ഇനി വലിയൊരു മൂവ് നടത്തുവാണെങ്കിൽ ഇനി ഇത് പോകാവുന്നത് എത്രയാണെന്ന് നമുക്കറിയത്തില്ല. അത് ഹിസ്റ്റോറിക്കലി ബാക്കോട്ട് പോയി ചെക്ക് ചെയ്ത് വേണം നമ്മൾ കണ്ടുപിടിക്കാൻ. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് മനസ്സിലായി കാണും. തെറ്റിവിടെ നമുക്ക് സംഭവിക്കാം, അല്ലെങ്കിൽ ഏത് ട്രേഡ് എടുക്കുമ്പോഴും അതിന് 50% കൂടുതൽ സാധ്യതയൊന്നും ഒരാളും കൽപ്പിക്കുന്നില്ല. അത് എത്ര പ്രോ ട്രേഡർ ആണെന്ന് കരുതിയാൽ പോലും ഏതൊരാളും 50-50 ചാൻസേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതിനെ നമ്മൾ മറികടക്കുന്നത്, അതായത് 50 പ്രോഫിറ്റും 50% ലോസും നമുക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് നെറ്റ് പ്രോഫിറ്റബിൾ ആകാനായിട്ട് മിനിമം 1:2 നമുക്ക് കിട്ടണം എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ സ്ട്രാറ്റജി കാണാപ്പാടം പഠിച്ചപ്പോൾ നമ്മളത് പഠിച്ചതാണ്. അപ്പോൾ 1:2 എന്ന് പറയുന്നത് അത്ര വലിയ ഡീലൊന്നുമല്ല. 1:6ഉം 5ഉം 4ഉം 3ഉം ഒക്കെ നമ്മൾ കണ്ടു. 1:8ഉം 18ഉം വരെ നമ്മൾ കണ്ടു 100 ദിവസത്തെ ബാക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ, അല്ലേ? അപ്പോൾ നമുക്കറിയാം 200 ദിവസം മാർക്കറ്റ് ഇല്ലെങ്കിൽ 240 ദിവസം ഒരു വർഷം ഉണ്ടെങ്കിൽ അതിൽ ഒരു 35-36 ദിവസങ്ങൾ വൺ സൈഡഡ് ബിഗ് മൂവ് നൽകും എന്ന് നമുക്കറിയാം. അതായത് 1:18 20 ഒക്കെ തരാവുന്ന 10 30 36 ദിവസങ്ങളുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രാറ്റജിയിലേക്ക് വന്നപ്പോൾ നമ്മൾ കണ്ടു നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ദിവസങ്ങളിലും നമുക്ക് തന്നെ 1:3 അടുത്ത് കിട്ടി. സോ ദാറ്റ് 1:7ഉം 8ഉം ഒക്കെ പോയി കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് ഈ ഒരു സ്ട്രാറ്റജിയിൽ കുറച്ചും കൂടെ സിമ്പിളായിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റും, മറ്റേ നമ്മൾ കാണാപ്പാടം പഠിച്ച സ്ട്രാറ്റജി അപേക്ഷിച്ച്. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ 50-50 ചാൻസ് ഉള്ളൂ. ഇപ്പോൾ താഴോട്ട് നമ്മൾ എടുക്കുവാണെങ്കിൽ ലോസ് അടിക്കും, കുഴപ്പമില്ല. പക്ഷേ തിരികെ കിട്ടുമ്പോൾ പ്രോഫിറ്റ് വരുമ്പോൾ 1:3 വരുന്നു. മീൻസ് 3 ട്രേഡ് എടുക്കുമ്പോൾ 1-2 ട്രേഡ് ലോസ് പോയാലും നമുക്കിവിടെ കാര്യമായ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കുന്നില്ല. എന്ന് മാത്രമല്ല 40% വിൻ റേഷ്യോയൊക്കെ 1:3 കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര പ്രോഫിറ്റബിൾ ആകുകയും ചെയ്യും. ദാറ്റ് മീൻസ് കുറച്ചധികം പേര് ചാർജിനെ പറ്റി സംശയങ്ങൾ പറയാറുണ്ടായിരുന്നു. ചാർജ് ആക്ച്വലി ഇവിടെ ഒരു പ്രശ്നമല്ല കേട്ടോ. അതർവൈസ് ആ രീതിയിൽ ചിന്തിക്കുന്നത് തെറ്റായ ഒരു ചിന്താഗതിയാണ്. കാരണം ചാർജിനെ പറ്റി ചിന്തിച്ചുകൊണ്ട് നമുക്ക് നല്ലൊരു ട്രേഡറായി മാറാൻ ഒരിക്കലും സാധിക്കില്ല. കാരണം ചാർജ് എന്ന് പറയുന്നത് ബൈ ഡിഫോൾട്ട് ജീവിച്ചിരിക്കണമെങ്കിൽ ശ്വാസോച്ഛ്വാസം ചെയ്യണം എന്ന് പറഞ്ഞതുപോലുള്ളൊരു കണ്ടീഷനാണ്. അതുകൊണ്ട് അതിനെപ്പറ്റി ചിന്തിക്കുക വേണ്ട. അപ്പോൾ നിങ്ങൾ ഇത്രയും കണ്ടല്ലോ. ഇതൊക്കെ വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം എന്താണ് സംഭവിച്ചിരിക്കുന്നത്, ഇതൊക്കെ നടന്നിട്ടുണ്ടോ? അപ്പോൾ നമ്മൾ ആദ്യം കാണിച്ച കുറച്ച് ചെക്ക് ചെയ്ത സ്റ്റോക്കുകൾ ഒന്നും കൂടെ ഒന്ന് റിവൈൻഡ് ചെയ്തിട്ട് നിർത്താം. ഇപ്പോൾ ഇത് നമ്മൾ ഇന്ന് എടുത്ത ട്രേഡ് താഴത്തേക്കായിരുന്നു, നമ്മളിവിടെ കട്ട് ചെയ്തപ്പോൾ താഴോട്ട് എടുത്തു, അപ്പോൾ നമുക്ക് ലോസ് കിട്ടി. പക്ഷേ മുകളിലേക്കായിരുന്നു, ഈ പോയിന്റിന് കട്ട് ചെയ്ത് മുകളിലേക്കായിരുന്നു എടുത്തിരുന്നതെങ്കിൽ പിന്നീട് അത് ലോസിലേക്ക് വരുന്നില്ല. ഇപ്പോൾ മാക്സിമം ഇപ്പോൾ സ്വിംഗ് ഹൈ എടുത്ത് മേളിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റോപ്പ് ലോസ് നമ്മൾ ട്രയൽ ചെയ്തിട്ടുണ്ടാകും മുകളിലേക്കാണ് എടുത്തിരുന്നതെങ്കിൽ. ഇവിടം വരെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ സ്വിംഗ് ലോയിൽ വന്നാൽ പോലും 0.5% നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടി വരുള്ളൂ. അപ്പോൾ ഇങ്ങനെ 0.5% വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആക്ച്വൽ ടാർഗറ്റ് ഇരിക്കുന്നത് 1:3 ആണ്. ഓക്കെ, അതിലേക്ക് വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഈവനിങ്ങിൽ ഒന്ന് ചെക്ക് ചെയ്യുക. ഒപ്പം വിപ്രോയിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. വിപ്രോയിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇതൊരു നല്ല ഏരിയ ആയിരുന്നുകൊണ്ട് അവിടെ കട്ട് ചെയ്യുമ്പോൾ എടുത്തായിട്ടാണ് നമ്മൾ കണക്ക് കൂട്ടിയേക്കുന്നത്. 1:3 ആണ് ഇവിടെയും നമ്മൾ ടാർഗറ്റ് ചെയ്തേക്കുന്നത്. അത് ഹിറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അല്ലെങ്കിൽ എത്ര പ്രോഫിറ്റിൽ ക്ലോസ് ചെയ്തു മാർക്കറ്റ്. ഓക്കെ, ഇനി ഡേവിസ് ലാബ് എടുത്തു കഴിഞ്ഞാൽ അതും ഈ പ്രൈസ് പോയിൻറ്റിന് മുകളിൽ നമ്മൾ എടുത്തു. ഇതിപ്പോൾ 0.5% സ്റ്റോപ്പ് ലോസ് വെച്ചു. ടാർഗറ്റായിട്ട് 1:2.26 ആണ് നമ്മൾ വെച്ചേക്കുന്നത്. അതിലേക്ക് എത്തുന്നുണ്ടോ എന്ന് നോക്കുക. ഇപ്പോൾ നമ്മൾ പൊതുവെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ നിഫ്റ്റി 50 നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവുന്നുണ്ടാവും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സൈഡ് വേസ് ആണ്, ഇൻഡെക്സ് സൈഡ് വേസ് ആണ്. സോ ദാറ്റ് ഓൾമോസ്റ്റ് സ്റ്റോക്കുകൾ സൈഡ് വേസോ ഇല്ലെങ്കിൽ ഏത് ട്രെൻഡാണോ നടത്തിക്കൊണ്ടിരുന്നത് ആ ട്രെൻഡൊന്ന് ഹോൾഡ് ചെയ്തു. അതായത് ഒരു ട്രെൻഡ് റിവേഴ്സലിനുള്ള സിഗ്നൽ ആണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മാർക്കറ്റ് തന്നിരുന്നത്. അപ്പോൾ അതിന് ശേഷം ആ ഒരു റിവേഴ്സലിന് ശേഷം അല്ലെങ്കിൽ ഒരു സൈഡ് വൈസ് മൂവിന് ശേഷം ഇന്ന് നല്ലൊരു ബുള്ളിഷ് മൂവ് വീണ്ടും മാർക്കറ്റിൽ സ്റ്റാർട്ട് ചെയ്തേക്കുവാണ്. സോ ദാറ്റ് ഓൾമോസ്റ്റ് സ്റ്റോക്കുകളും അത് തന്നെയായിരിക്കും കാണിക്കുന്നത്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സ്റ്റോക്ക് നോക്കാം, കഴിഞ്ഞ ദിവസം ഡൗൺ സൈഡാണ് പോയേക്കുന്നത്. അതിൻ്റെ കഴിഞ്ഞ ദിവസങ്ങളിൽ നോക്കിക്കഴിഞ്ഞാലും ഈ പറയുന്ന പോലെ അപ്പും ഡൗണും സൈഡ് വൈസ് ആയിട്ടുള്ളൊരു മൂവാണ് നടത്തിയേക്കുന്നത്.
അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഒരു ട്രെൻഡ് റിവേഴ്സലിനുള്ളൊരു സിഗ്നൽ തന്നു, അതിനുശേഷം വീണ്ടും ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പ്രൈസ് ആക്ഷൻ വെച്ച് നോക്കിയേക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് എത്ര സ്റ്റോക്കുകൾ മാക്സിമം എടുത്തിട്ട് ഈ രീതിയിൽ ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം നോക്കുക എങ്ങനെ എൻട്രി എടുത്തിരുന്നെങ്കിൽ എന്തൊക്കെയാവുമായിരുന്നു റിസൾട്ട്. അത് രണ്ട് സാധ്യതകൾ എപ്പോഴും ഉണ്ട് എൻട്രി എടുക്കുമ്പോൾ. ഒന്ന് ഷോർട്ട് സെല്ലിനുള്ളതുണ്ട്, അതേപോലെ തന്നെ ഒന്ന് ലോങ് എൻട്രിക്കുള്ളതുണ്ട്. ഇത് രണ്ടും ചെക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ആ കൂടുതൽ സാധ്യത ഏതിനായിരുന്നു എടുത്തിരുന്നെങ്കിൽ പ്രോഫിറ്റ് കിട്ടാൻ, അതെന്തുകൊണ്ടാണ്, ഇത്തരം കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ നോക്കി 1 മാസമോ 2 മാസമോ ഇല്ലെങ്കിൽ 6 മാസമോ എടുത്തോട്ടെ, നിങ്ങളങ്ങനെ കണ്ടിന്യൂസ് നോക്കി ആ കാര്യങ്ങളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ എപ്പോഴാണോ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നത് നിങ്ങളായി ഓക്കെ ആയിട്ടുണ്ട് ഇനി ട്രേഡ് എടുക്കാം, ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള കുറേശ്ശെ ക്യാപിറ്റൽ കൂട്ടി ട്രേഡ് എടുത്ത് നല്ലൊരു ട്രേഡറായി മാറാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ഓക്കെ, താങ്ക് യു.